ചില മനുഷ്യരുണ്ട്, അവർക്ക് ഡ്രൈവിംഗ് ജീവനാണ്. ചിലർക്ക് അത് ജീവിതവും. എന്നാൽ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഡ്രൈവ് ചെയ്യുന്ന ചില ആളുകളുണ്ട്. സ്വന്തം ജീവനും കയ്യിൽ പിടിച്ച് മറ്റുള്ളവർക്കായി പായുന്ന ആംബുലൻസ് ഡ്രൈവേഴ്സ്. അങ്ങനെ ഒരുപാട് പേർ നമുക്ക് ചുറ്റുമുണ്ടെങ്കിലും അവരിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരാൾ കോട്ടയം ജനറൽ ഹോസ്പിറ്റലിലുണ്ട്. എൻ്റെ പേര് ദീപ. കോട്ടയം കുറുപ്പന്തറയാണ് എൻ്റെ വീട്. ഞാനിപ്പോൾ ഇവിടെ ജില്ലാ ഹോസ്പിറ്റലിൽ 108 ആംബുലൻസ് ഡ്രൈവറായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് 2.5 വർഷമായി. ചെറുപ്പം മുതലേ ഡ്രൈവിങ്ങിനോട് ഭയങ്കര താല്പര്യമായിരുന്നു. അതേപോലെ തന്നെ 2 വീലറാണ്, ഞാൻ സൈക്കിളിലാണ് ആദ്യം തുടങ്ങിയത്. 2007 ഞാൻ LMV ലൈസൻസ് എടുക്കുന്നത്, അതേപോലെ മോട്ടോർ സൈക്കിളിൻ്റെയും. അതിനുശേഷം വണ്ടിയോടുള്ള താല്പര്യം കൊണ്ട് ഞാൻ 2008 ഹെവി ലൈസൻസ് എടുത്തു. അതിനുശേഷം പല വണ്ടികളും ടിപ്പർ, ബസ്, അങ്ങനെയുള്ള ബസ് റൂട്ടിൽ പോയിട്ടില്ല എങ്കിൽ പോലും ടിപ്പർ കൊണ്ട് ഞാൻ ലോഡ് വണ്ടിയായിട്ട് പോയിട്ടുണ്ട്. സ്ത്രീ സാന്നിധ്യം അധികം പ്രകടമാകാത്ത ഈ മേഖലയിലെ തുടക്കക്കാരി മാത്രമല്ല, സർക്കാർ സംവിധാനത്തിലെ ആദ്യത്തെ വനിതാ ഡ്രൈവറും കേരളത്തിൽ ട്രാവലർ ആംബുലൻസ് ഓടിക്കുന്ന ഏക വനിതയും ദീപയാണ്. ആശുപത്രി ചുവരുകൾ ജീവിത പ്രതിസന്ധികളായി നിറഞ്ഞപ്പോൾ ഈ കരങ്ങൾക്ക് കരുത്തായത് ഇഷ്ടവളയം തന്നെ. എൻ്റെ ഫാമിലിയിലുണ്ടായ കുറേ പ്രശ്നങ്ങൾ, എൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടായി. അങ്ങനെ നിരന്തരം ഞാൻ ഹോസ്പിറ്റലിൽ ഒരു 10 വർഷത്തോളം കയറി ഇറങ്ങി നടക്കേണ്ട ഒരവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഹോസ്പിറ്റൽ ജീവിതമായിട്ട് നടന്ന സമയത്ത് ഞാൻ ചിന്തിച്ച് എന്നെക്കൊണ്ട് കഴിയാൻ പറ്റുന്ന, അതെന്ന് വെച്ചാൽ ഞാൻ പഠിച്ച തൊഴിലെന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമുള്ളതും എനിക്ക് ചെയ്യാൻ പറ്റും. ഒരു തൊഴിലെന്ന രീതിയിലല്ല ഞാൻ ഒരിക്കലും ഡ്രൈവിംഗ് പഠിച്ചത്. എൻ്റെ പാഷനായിട്ടാണ് ഞാൻ ഡ്രൈവിംഗ് പഠിച്ചത്. പക്ഷേ അതെൻ്റെ തൊഴിലിലേക്ക് വന്നത് എൻ്റെ ഹസ്ബൻഡ് വയ്യായിക മൂലമാണ് തൊഴിലിലേക്ക് വന്നത്. അങ്ങനെ ഞാൻ ഡ്രൈവിംഗ് സ്കൂളിൽ വന്നു. ഡ്രൈവിംഗ് സ്കൂളിൻ്റെ വരുമാനം കൊണ്ട് നിൽക്കുന്നില്ല എന്നൊരു ഘട്ടം വന്നപ്പോഴത്തേക്കും ഞാൻ ടാക്സി ഓടാൻ തുടങ്ങി. കഴിഞ്ഞ 2 വർഷത്തിലേറെയായി കോട്ടയം ജില്ലാ ഹോസ്പിറ്റലിലെ കനിവ് 108 ആംബുലൻസ് ഈ കൈകളിൽ സുരക്ഷിതമാണ്. നമ്മുടെ കോവിഡിൻ്റെ സമയത്ത് ഫേസ്ബുക്കിൽ ഇങ്ങനെ 108 ആളെ എടുക്കുന്നുണ്ട്, ഡ്രൈവറുടെ വേക്കൻസി ഉണ്ട് എന്നറിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അപ്ലൈ ചെയ്തിരുന്നു. പക്ഷേ 1.5 വർഷത്തിന് ശേഷമാണ് എന്നെ വിളിച്ചത്. ലേഡീസിൻ്റേതായിട്ടൊരു വേക്കൻസി അല്ലായിരുന്നു ആദ്യമേ നമ്മൾ ഇതിൽ കണ്ടിരുന്നത്, ന്യൂസിൽ കണ്ടിരുന്നത്. പക്ഷേ എന്നെ വിളിച്ച സമയത്ത് ലേഡീസിൻ്റെ വേക്കൻസി ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് എന്നെ വിളിച്ചത്. എന്നെ വിളിക്കുന്ന സമയത്ത് തന്നെ 3 പേരോട് അവിടെ എത്തിയിട്ട് ഞാൻ ഉൾപ്പെടെ 3 പേര് വന്നിരുന്നു. പക്ഷേ ഡ്രൈവിംഗ് ടെസ്റ്റിൽ അവർ 2 പേരും ഫെയിലായിപ്പോയി. എനിക്ക് അങ്ങനെ മന്ത്രിയുടെ കയ്യിൽ നിന്ന് താക്കോലും മേടിക്കാനുള്ളൊരു ഭാഗ്യം ഉണ്ടായി. ഡ്രൈവിംഗ് സ്കൂളിൽ ടീച്ചറായി തുടങ്ങി. പിന്നീട് ടിപ്പറും ബസ്സും എല്ലാം കനിവിലേക്കുള്ള വഴി തെളിച്ചു. ആംബുലൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു റിസ്ക്കാണ്. നമ്മൾ ജീവനം കൊണ്ട് പോകുന്നിടത്തോളം തന്നെ നമുക്ക് നമ്മുടെ ജീവനുമാണ്, നമ്മുടെ വണ്ടിയിലിരിക്കുന്ന ആൾക്കാരുടെ ജീവൻ, അതുപോലെ റോഡിലുള്ള ആൾക്കാർ. മറ്റൊരു ഡ്രൈവിംഗ് പോലെ അല്ല ആംബുലൻസ് കൊണ്ടുള്ള പോക്ക്. പക്ഷേ റോഡിൽ നിന്നുള്ള സഹകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി നമുക്കറിയാം ഇപ്പോഴത്തെ ഈ ഒരു ട്രാഫിക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട്. പക്ഷേ ആൾക്കാരുടെ സൈഡിൽ നിന്ന് അങ്ങനെ ഇതുവരെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. പിന്നെ ഫാമിലിയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 8 to 8 ആണ് എൻ്റെ ജോലി. ഇത് ഞാൻ ഓടിക്കുന്ന വണ്ടി 12 hour. അപ്പോൾ 8 മണിക്ക് ശേഷം 7:30 കേസ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ സമയങ്ങളിൽ 9 മണിക്കൊക്കെ ഇവിടുന്ന് പോകുന്ന സാഹചര്യം വന്നിട്ട് 10 മണി 11 മണിക്കൊക്കെ വീട്ടിൽ പോയി കയറിയിട്ടുണ്ട്. അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. രാവിലെ 8 മണിക്ക് കയറണം, വൈകിട്ട് 8 മണി വരെയാണ് നമ്മുടെ ഡ്യൂട്ടി ടൈം. ഫാമിലിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഹസ്ബൻഡ്, ഒരു മോനുണ്ട്, പിന്നെ അമ്മ. ഇത്രയും പേരാണ് എൻ്റെ വീട്ടിലിപ്പോൾ നിലവിലുള്ളത്. ബ്രദറുണ്ട്, സിസ്റ്ററുണ്ട്, അവരൊക്കെ വെളിയിലാണ്. അപ്പം മോന് 23 വയസ്സോളം ഉണ്ട്. അവൻ്റെ ഫുൾ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഈ മേഖലയിൽ നിൽക്കാൻ പറ്റുന്നത്. 3 മിനിറ്റ് സമയത്തിൽ ഏതൊരു അപകടത്തിനടുത്തേക്കും ഓടിയെത്താനുള്ള ജാഗ്രതയിലായിരിക്കണം ഏതൊരു നിമിഷവും. മെയിനായിട്ട് നമ്മുടെ 108 എന്ന് പറയുന്നത് എമർജൻസി ട്രോമ കെയർ ആണ്. പക്ഷേങ്കിൽ നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്നുള്ള IFD കേസുകൾ നമുക്ക് കിട്ടാറുണ്ട്. നമുക്ക് 8 മണിക്ക് വന്ന് നമ്മുടെ ഫോണ് ഓൺ ആയി കഴിഞ്ഞാൽ ഏത് നിമിഷം നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന അലേർട്ട് വന്നാൽ അവിടുന്ന് അലേർട്ട് വന്ന് 3 മിനിറ്റിനുള്ളിൽ വണ്ടി സ്റ്റാർട്ടാക്കി നമുക്ക് ഇവിടുന്ന് ഇറങ്ങിയിരിക്കണം.
നമുക്ക് ഓട്ടോ ഇല്ലെങ്കിലും വണ്ടിയുടെ അടുത്ത് നമ്മളെപ്പോഴും ഉണ്ടായിരിക്കും. ഈ 3 മിനിറ്റാണ് നമുക്കൊരു കേസ് അസൈൻ ആയി കഴിഞ്ഞാൽ നമുക്കുള്ള റെഡി ആകാനുള്ള ടൈം. വണ്ടി സ്റ്റാർട്ട് ചെയ്തിരിക്കണം. ആ 3 മിനിറ്റിനുള്ളിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്പ്ലനേഷൻ എഴുതേണ്ടി വരും. സ്റ്റാർട്ടിംഗ് ഡിലേക്കുള്ള റീസൺ അന്നേരം തന്നെ ചോദിച്ച് നമുക്ക് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. ആദ്യ സമയങ്ങളിലൊക്കെ ഞാൻ വരുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. കാരണം വെച്ചാൽ ഒരു ആക്സിഡൻറ്റ് കണ്ടു കഴിഞ്ഞാൽ, കൂടുതലായിട്ട് ബ്ലഡ് കണ്ടാൽ, ഒരു മരണം കണ്ടാൽ അത് മനസ്സിൽ നിന്ന് പോകാനായിട്ട് കുറേ ടൈം എടുക്കും. അതുപോലെ കൊച്ചു പിള്ളേരെയൊക്കെ കണ്ട് ബൈക്ക് കൊണ്ടൊക്കെ പോകുമ്പോൾ നമ്മൾ നമ്മുടെ വീട്ടുകാരായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പോൾ കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പിന്നെ ഇത് കുറേ എടുക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ജീവനേക്കാൾ ഉപരി മറ്റൊരാളെ നമുക്ക് രക്ഷിക്കാൻ കഴിയുകയാണെങ്കിൽ അതാണ് ഏറ്റവും വലിയ കർത്തവ്യം, അല്ലെങ്കിൽ എൻ്റെ ഒരു കടമയാണ്. ഞാൻ ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഈ ഒരു ആംബുലൻസ് ഡ്രൈവിങ്ങിലേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ എനിക്കിപ്പം പേടിയോ ഭയമോ അങ്ങനെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ എത്രയും പെട്ടെന്ന് സുരക്ഷിതമായിട്ടുള്ള കൈകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ എന്താ പറയുക ദൗത്യം. നമ്മൾ ഏറ്റെടുക്കുന്ന ദൗത്യം അതെന്ന് വെച്ചാൽ ഒരു ജീവന് വേണ്ടി പെടയുന്ന ഒരു വ്യക്തിയെ നമ്മുടെ കൈകൾ കൊണ്ട് സുരക്ഷിതമായ കരങ്ങളിൽ എത്തിച്ചിട്ട് അവരുടെ ജീവൻ തിരിച്ചു പിടിക്കാൻ പറ്റുക എന്ന് പറയുന്നത് വലിയ സന്തോഷം നിറഞ്ഞ കാര്യമാണ്. അതേപോലെ തന്നെ ദുഃഖങ്ങളും ഉണ്ട് ഇതിനകത്ത്. കാരണം വെച്ചാൽ നമ്മൾ ഇത്ര റിസ്ക് എടുത്ത് കൊണ്ട് എത്തിച്ച് ചിലപ്പോൾ ചില കാര്യങ്ങൾ ഞങ്ങൾ ഫോളോ അപ്പ് ചെയ്യാറുണ്ട്. ആ സമയത്ത് ആ ജീവൻ നഷ്ടപ്പെട്ടു എന്നറിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ കുടുംബാംഗങ്ങളിൽ ഒരാൾ നഷ്ടപ്പെട്ട ഒരു ഫീലിങ്സ് തന്നെയാണ് നമുക്ക് ആ സമയത്ത് നമുക്കുണ്ടാകുന്നത്. സന്തോഷത്തോടൊപ്പം തന്നെ ദുഃഖവും ഈ ജോലിയിലുണ്ട്. ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന വളരെ ചുരുക്കം വനിതകളിൽ ഒരാളാണ് താനെങ്കിലും സ്ത്രീ പുരുഷൻ എന്ന ഒരു വ്യത്യാസവും ഈ തൊഴിലിൽ കാണേണ്ടതില്ലെന്നാണ് ദീപയുടെ പക്ഷം. സ്ത്രീ എന്ന നിലയിൽ ഇതിലൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. പിന്നെ മെക്കാനിക്കലായിട്ട് ഒത്തിരി കാര്യങ്ങളൊന്നും അറിയത്തില്ല. നമ്മൾ വണ്ടി ഓടിച്ച് നോക്കുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന ഡിഫോൾട്ട് നമ്മുടെ കൂടെയുള്ള സഹപ്രവർത്തകരോട് പറയാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ടീമിൻ്റെ സൈഡിൽ നിന്ന്, ക്രൂവിൻ്റെ സൈഡിൽ നിന്നാണെങ്കിലും വണ്ടി നമുക്ക് റെഡിയാക്കി തരുന്നുണ്ട്. പിന്നെ ഈ പഞ്ചറാകുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഒറ്റയ്ക്ക് മാറ്റാൻ പറ്റത്തില്ല. അത് നമ്മൾ വിളിച്ച് പറഞ്ഞ് അടുത്ത ആൾ വന്ന് അത് റെഡിയാക്കി തരാം. അങ്ങനെ ഇന്നുവരെ റോഡിൽ അങ്ങനെ പഞ്ചറായി കിടന്നിട്ടൊന്നുമില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഓരോ വണ്ടിയിലും നമുക്ക് ഓരോ EMD, നേഴ്സിന് EMD എന്നാണ് പറയുന്നത്, ഡ്രൈവേഴ്സിന് പൈലറ്റ് എന്ന് പറയുന്നത്. 2 പേര് വെച്ചാണ് ഓരോ വണ്ടിയിലുള്ളത്. പിന്നെ നമുക്ക് അവരുടെ ഹെൽപ്പ്, അവരാണ് പേഷ്യനെ നോക്കുന്നത്. നമുക്ക് ഡ്രൈവിങ്ങിൻ്റെ കാര്യങ്ങളും അവരെ പെട്ടെന്ന് എത്തിക്കുക എന്നുള്ളൊരു ദൗത്യമുള്ളൂ. പിന്നെ അതിനകത്തുള്ള ഈ ക്യാബിനകത്തുള്ള കാര്യങ്ങളെല്ലാം നേഴ്സാണ് ചെയ്യുന്നത്. അപ്പോൾ 2 പേര് വെച്ചാണ് ഓരോ വണ്ടിയിലും വരുന്നത്. റോഡിലൂടെ പോകുമ്പോഴുള്ള മറ്റുള്ളവരുടെ മനോഭാവത്തിൽ ഒരുപാട് പരിഹാസങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതൊന്നും ഈ വേഗതയെയോ കർത്തവ്യബോധത്തെയോ ബാധിച്ചിട്ടില്ല. വണ്ടികളുടെ എണ്ണം പെരുകിയോടനുസരിച്ച് നമ്മുടെ റോഡിൻ്റെ ഇത് മാറിയിട്ടില്ല. പഴയ രീതിയിലൊക്കെ തന്നെയാണ് റോഡ് വികസനം നമുക്ക് വന്നിട്ടില്ല. പിന്നെ പൊട്ടിപ്പൊളിഞ്ഞിട്ടുള്ള റോഡുകൾ. അപ്പോൾ നമ്മൾ ഇത്ര ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് പോകുന്നത് പോലും എല്ലാവരും തിടുക്കക്കാരാണ്. ഈ ആംബുലൻസിനേക്കാളും തിടുക്കക്കാരാണ് മറ്റുള്ള വണ്ടിക്കാർ. ഒത്തിരി വണ്ടിക്കാർ ഇങ്ങനെ കൊണ്ടുപോയി വട്ടം വെക്കാറുണ്ട്. ചിലപ്പോൾ അവർ അറിഞ്ഞുകൊണ്ട് ചെയ്ത കേസുകളുണ്ട്. നമുക്ക് സൈഡ് തരാതെ കുറേ ദൂരം നമ്മളെ ഓടിച്ച് നമ്മളൊരുമാതിരി കളിയാക്കുന്ന രീതിയിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അങ്ങനെയുള്ളൊരു അവസ്ഥ ഒരു 108 നല്ല ഒരു ആംബുലൻസിലും കയറി പോകാനുള്ള അവസ്ഥകളൊന്നും അവർക്കാർക്കും ഉണ്ടാതിരിക്കില്ല. അവർ ഇതിനകത്ത് ഒരു തവണ കയറിയാലേ ഉള്ളൂ ഇതിനകത്ത് നടക്കുന്നത് എന്താണെന്നും ഈ വണ്ടി കൊണ്ട് പോകുമ്പോഴുണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്താണെന്നും മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഈ 108 എന്നൊരു ആംബുലൻസ് സൈറനിട്ട് വരുമ്പോൾ അല്ലെങ്കിൽ അലാം അടിച്ച് വരുമ്പോഴത്തേക്കും അതിനകത്ത് കിടക്കുന്ന ഒരു ജീവന് വേണ്ടിയാണ് നമ്മൾ പോകുന്നത്. ഒരിക്കലും നമ്മൾ റോഡിലൊരു ഷോ കാണിക്കാനോ അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര സ്കില്ലുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയല്ല. ആ ജീവന് വേണ്ടിയുള്ള ഓട്ടത്തിൽ ഞങ്ങൾക്ക് ഇതുപോലെയുള്ള തടസ്സങ്ങൾ ഒഴിവാക്കി ഞങ്ങളോടൊപ്പം സഹകരിക്കണമെന്ന് മാത്രം ഒരു അഭ്യർത്ഥന കൂടി ഈ ഒരു അവസരത്തിലുണ്ട്. ഇത്ര വേഗത്തിലോടുന്ന ആംബുലൻസിന്റെ സാരഥിയായിരിക്കാൻ വേണ്ട യോഗ്യത എന്താണെന്ന ചോദ്യത്തിനും ജീവിതം കൊണ്ട് ദീപ മറുപടി പറയും. ഒന്ന്, നമുക്ക് മെയിനായിട്ട് വേണ്ടുന്ന ഡ്രൈവിംഗ് സ്കില്ല്. 2 എന്ന് പറഞ്ഞാൽ ക്ഷമയില്ലെങ്കിൽ ഇതിനകത്ത് ഒരു കാര്യങ്ങളും നടക്കത്തില്ല. ക്ഷമ വേണം. ഒരു 80% പിള്ളേരും റോഡിൽ കാണിക്കുന്ന ഷോ ഓഫ് നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ ഒരു വണ്ടിയല്ല ഇത്. അങ്ങനെയുള്ളവർക്ക് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയല്ല. അതിൻ്റെ എന്താണ് നമ്മളെടുത്തേക്കുന്ന ദൗത്യം, അല്ലെങ്കിൽ നമ്മുടെ ജോലിയുടെ കാഠിന്യം എന്താണെന്ന് മനസ്സിലാക്കി പോകുന്ന ഒരാൾക്കേ ഉള്ളൂ 108 എന്നല്ല ആംബുലൻസിൽ നമുക്ക് ഓടിക്കാൻ പറ്റത്തുള്ളൂ. മറ്റുള്ള വണ്ടികളാണെങ്കിൽ നമുക്ക് സമയപരിധിയില്ല. ഇതെന്ന് പറയുമ്പോഴത്തേക്കും ജീവനും കൊണ്ടുള്ള ഓട്ടമായി നമുക്ക് സമയപരിധികളുണ്ട്. നമുക്കിപ്പോൾ ഒരു വെളിയിൽ നിന്നൊരു കേസ് എടുക്കാനാണെങ്കിൽ നമുക്ക് ഇത്ര സമയമുണ്ട്. ഈ സമയത്തിനുള്ളിൽ നമ്മൾ ഓടിക്കയറി ആ കേസ് എടുത്ത് വേണം തിരിച്ചു വരാനായിട്ട്. ഡ്രൈവിംഗ് പോലെ തന്നെ പ്രിയമാണ് ദീപയ്ക്ക് കുടുംബവും യാത്രകളും. ഒഴിവു സമയങ്ങൾ ഏറ്റവും കൂടുതൽ ചിലവഴിക്കാൻ ആഗ്രഹിക്കുന്നതും യാത്രകൾക്കു വേണ്ടി തന്നെയാണ്.
യാത്രകളെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഒരു ദിവസമെങ്കിലും ലീവ് കിട്ടിക്കഴിഞ്ഞാൽ കൂടുതൽ യാത്രകൾക്ക് വേണ്ടിയാണ് ഞാൻ നീക്കി വെക്കാറുള്ളത്. അപ്പം അങ്ങനെ യാത്രകളെ സ്നേഹിച്ച ഒരാളായതുകൊണ്ട് തന്നെ എൻ്റെ ഒരു ബൈക്കാണുള്ളത്, ഡൊമിനാർ 400. അതിൽ ഞാൻ ഓൾ ഇന്ത്യ ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഇപ്പം കേരളത്തിനകത്തും പുറത്തായിട്ട് ചെറിയ ചെറിയ യാത്രകൾ ചെയ്യാറുണ്ട്. അപ്പോൾ യാത്രകൾക്ക് വേണ്ടി കുറേ സമയങ്ങൾ ഞാൻ മാറ്റി വെക്കാറുണ്ട്. അതുപോലെ തന്നെ വീട്ടിലെ കാര്യങ്ങളും മാക്സിമം. പിന്നെ എല്ലാവർക്കും ഉള്ളൊരു പരാതി എന്ന് പറഞ്ഞാൽ ഇത് ഞങ്ങൾക്ക് 26 ദിവസമാണ് ഇതിൽ ഡ്യൂട്ടി ചെയ്യേണ്ടത്. അതായത് 8 to 8 ആയതുകൊണ്ട് 12 മണിക്കൂർ വണ്ടി ആയതുകൊണ്ട് 26 ദിവസം ഡ്യൂട്ടി ചെയ്യണം. 24 വണ്ടിയാണെങ്കിൽ നമുക്ക് 13 ദിവസം ഡ്യൂട്ടി ചെയ്താൽ മതി. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സമയം പകലുള്ള കാര്യങ്ങളൊന്നും നമുക്ക് നടക്കത്തില്ല. അപ്പോൾ കിട്ടുന്ന അത്രയും സമയം വീട്ടുകാർക്കുള്ള പരാതി എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഒരു കാര്യത്തിന് നമ്മളെ കിട്ടുന്നില്ല എന്നൊരു പരാതി മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല.